ഗൈസ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് റിയൽമി C85 5G എന്ന് പറയുന്ന മോഡലാണ്. ഈ ഡിസ്പ്ലേ റിപ്ലേസ്മെൻറ്റിന് വന്നിരിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം ഊരി വെച്ചായിരുന്നു, കാരണം ഇതിൻ്റെ ഫ്രെയിം ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രെയിം ഞാൻ നിവർത്തിയിരിക്കുന്നതാണ്. പിന്നെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ കാണിച്ചിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് സിംറ്റർ ഊരി മാറ്റിയതിന് ശേഷം ഹീറ്റ് ചെയ്ത് ബാക്ക് പാനൽ ഊരി മാറ്റാം. അതിനിത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രൂ എല്ലാം നമുക്ക് അൺസ്ക്രൂ ചെയ്യാം. അതിനുശേഷം ഈ സാധനം ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഈ ക്ലിപ്പെല്ലാം പിടിപ്പിച്ച് ഇതിൻ്റെ അടിയിൽ ചെറിയ ഗ്ലൂ ഉണ്ടാവട്ടെ. പുതിയ മോഡലിന് എല്ലാത്തിനും ഗ്ലൂ തന്നെയുണ്ട്. ആ ക്ലിപ്പെല്ലാം പിടിപ്പിച്ച് അത് ഊരുക. ഇതാണ് ബാറ്ററീൻ്റെ കണക്ഷൻ. ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ബാറ്ററി നമുക്ക് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കണക്ഷൻ. ഡിസ്പ്ലേ ഊരി മാറ്റാം. ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പ് ഊരി മാറ്റാം. അതിന് ശേഷം ഹീറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ഊരി മാറ്റാം. പഴയ ഡിസ്പ്ലേ ആക്ച്വലി ഇതിന് വളവുണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ ഊരി വെച്ചായിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ എല്ലാം ഫിറ്റ് ചെയ്യണോട്ട് കാണിച്ചതാക്കിയെന്നുള്ളൂ. എന്നിട്ട് പുതിയ ഡിസ്പ്ലേ നമുക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്കിനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്കില്ല. പക്ഷേ അതിൻ്റെ ഹോളും ഇല്ല, ബോഡിയിൽ എവിടെയും ഹോളും ഇല്ല കേട്ടോ. ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ കണ്ടതാണ്. ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്കിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനുള്ള, പക്ഷേ ഹോളോ ബോഡിയിൽ അങ്ങനെയൊന്നുമില്ല. അതിന് നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാൻ ഡിസ്പ്ലേയിൽ ഗ്ലൂ പഴയത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഡിസ്പ്ലേ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതാണ് ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പ്. നമുക്ക് തിരിച്ചെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. ബാറ്ററി അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ബാറ്ററിൻ്റെ സ്ട്രിപ്പും അങ്ങോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ബാക്കിലെ പാനൽ തിരിച്ച് നമുക്ക് വെക്കുക. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ഇതുമ്പോൾ ഇട്ടാൽ വന്നെ, അപ്പോൾ അതുകൊണ്ട് ഡാമേജ് വരാത്ത രീതിയിൽ സൂക്ഷിച്ച് ഫിറ്റ് ചെയ്യണം. അതുപോലെ ഇത് അഴിക്കണ സമയത്തും സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് ഈ പഴയ ഗ്ലൂ നമുക്ക് രണ്ട് സൈഡിലുള്ളത് ക്ലീൻ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് സിം ട്രേ ഇട്ട് റബ്ബർ ബാൻഡ് ഇട്ട് എടുക്കുക. പഴയ ഗ്ലൂ അവിടെ ഉള്ളൊക്കെ സൈഡിൽ എക്സസ് ആയിട്ട് വന്ന് നിൽക്കണൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുക. ഇതിൻ്റെ ആക്ച്വലി ഫ്രെയിം നല്ല ബെൻഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രെയിം കിട്ടാത്തതുകൊണ്ട്, പുതിയ മോഡലായതുകൊണ്ട് ഫ്രെയിം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പഴയ ഫ്രെയിം തന്നെ ഇതാക്കി നേരെയാക്കിയിട്ടാണ് ഇതാക്കിയേക്കുന്നത്. ശരിക്കും പുതിയ ഫ്രെയിം വെക്കണതാണ് നല്ലത്.